ഇതുകൊണ്ടൊന്നൊരു പ്രയോജനവുമില്ല. നിങ്ങളുടെ സ്വയത്തിന് എന്തെല്ലാം വിശേഷതകൾ യോഗ്യതകളുണ്ടെങ്കിലും അത് നിഷേധിക്കാതെ എന്നെ അനുഗമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 9:23 ഒന്ന് വായിക്കും. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയത്തെ നിഷേധിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പിന്നെ അവൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് ഇത്. ഈ ദേഹി എന്ന് പറയുന്നതും സ്വയം എന്ന് പറയുന്നതും ഉള്ളെന്ന് പറയുന്നതും പ്രാണം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ദേഹിയാണ്, അല്ലെങ്കിൽ സ്വയമാണ്. ഈ സ്വയത്തെ നിഷേധിക്കുവാനായിട്ട് ഫലപ്രദമായ ഒറ്റ ആയുധം മാത്രമേ ഉള്ളൂ. അത് നിത്യേന ക്രൂശ് ചുമക്കുക എന്നുള്ളതാണ്. കേവല ഉപദേശം കൊണ്ടൊന്നും ഒരുവൻ്റെ സ്വയത്തിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. ഉപദേശവും വചനത്തിൽ നിന്ന് നിർദ്ദേശം മനസ്സിലാക്കുന്നത് വളരെ ആവശ്യം. തിയറിയില്ല എങ്കിൽ പിന്നെ എല്ലാം പോയി. എന്നാൽ കേവലം തിയറിയിൽ മാത്രം അധിഷ്ഠിതമായ ഒന്നല്ല ഈ സ്വയത്തെ നിഷേധിക്കുക എന്നുള്ളത്. അത് നാൾതോറും ഒരുവൻ സ്വന്തം ക്രൂശ് ചുമക്കുന്നതിലൂടെ മാത്രമാണ് അവൻ്റെ സ്വയത്തെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആത്മാർത്ഥമായിട്ട് എൻ്റെ സ്വയത്തെ, എൻ്റെ ദേഹിയെ എനിക്ക് നിഷേധിക്കണം, ദൈവാത്മാവിന് വിധേയപ്പെട്ട് ഞാൻ ജീവിക്കണം, അതിനായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ സ്വയത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, ദേഹിയുടെ സ്വാധീന വലയത്തിൽ നിന്ന് അവന് വിമുക്തനാകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ദേഹിയിൽ നിന്ന് ബന്ധനം, ആ ദേഹിയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. അതിനായുള്ളൊരു ആത്മാർത്ഥമായൊരു ആഗ്രഹം, കർത്താവ് എൻ്റെ സ്വയത്തിൽ നിന്ന്, എൻ്റെ ദേഹിയുടെ സ്വാധീന വലയത്തിൽ നിന്ന് എനിക്ക് വിമുക്തി പ്രാപിക്കണം. ഇതാണ് എന്നെയും അങ്ങയെയും തമ്മിൽ അകറ്റുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങൾ ഇത്തരത്തിലും കാര്യങ്ങളല്ല, വേറെ ഭൗതികമായ പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നത്. കാര്യമായിട്ടുള്ള പലതും നമ്മൾ അതിൻ്റെ പ്രസക്തി നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നാം ആത്മാർത്ഥമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രിസ്തു തൻ്റെ ക്രൂശെടുത്തു. ആ ക്രൂശിൽ നാം വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് പാപക്ഷമ കിട്ടിയത്. നമുക്കറിയാം, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ പാപക്കറകൾ കഴുകി ശുദ്ധീകരിച്ചു. നാം എന്തെല്ലാം ത്യാഗപ്രവൃത്തികൾ ചെയ്താലും, ശരീരത്തെ ദണ്ഡിപ്പിച്ചാലും, ഏത് വലിയ മല കയറിയാലും, ക്രൂശ് എത്രമാത്രം ഭാരമുള്ളത് ചുമന്നാലും, ഇപ്പോൾ കുരിശറിയുന്നത് എത്രയോ 100 കിലോ വെയിറ്റുള്ള ഒരു കുരിശ് താങ്ങിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. 100 കിലോ വെയിറ്റുള്ള ഒരു കുരിശാണ് മലയാറ്റിൽ കൊണ്ടുപോയത്. അങ്ങനെ ലോകം അങ്ങനെ പല രീതിയിലുള്ള ഭക്തികർമ്മങ്ങൾ, പാപങ്ങൾക്ക് മോചനം കിട്ടുവാൻ അവർ തന്നെ, അത് പല മതങ്ങളിൽ ചിലർ തല മൊട്ടയടിക്കും, ചിലർ ഉപവസിക്കും, പല മതങ്ങളിൽ അതൊക്കെയുണ്ട്. കാരണം പാപങ്ങൾക്ക് മോചനം കിട്ടാനാണ്. പക്ഷേ ക്രൈസ്തവ മാർഗ്ഗത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് പാപക്ഷമ കിട്ടുവാൻ നമ്മുടെ ശരീരത്തെ നമ്മൾ ദഹിപ്പിച്ചാലും ഒരിക്കലും കിട്ടുകയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടാനുള്ള ഏക വഴി. മനുഷ്യൻ്റെ ഏതെങ്കിലും പരിത്യാഗ പ്രവൃത്തികൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ മനുഷ്യന് പാപക്ഷമ നൽകുമായിരുന്നുവെങ്കിൽ, അതിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യൻ്റെ സ്വയത്തിൽ നിന്ന് വരുന്ന ഈ പരിത്യാഗ പ്രവൃത്തികൾക്ക്, സാമൂഹ്യ സേവനങ്ങൾക്ക് മനുഷ്യന് പാപക്ഷമയും സ്വർഗപ്രാപ്തിയും നൽകുവാൻ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ യാതൊരു പ്രവർത്തനവും, ഒരു കൂദാശകളും, ഒരു അനുഷ്ഠാനങ്ങളും ഒരുവനെ രക്ഷിക്കുന്നില്ല. അത് രക്ഷിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിക്കുന്നതിന് എന്ത് നീതീകരണം കിട്ടും? എന്നാൽ ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരിക്കലും സാധിക്കാത്തത് ഞാൻ പൂർത്തിയാക്കി, നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഞാൻ പ്രവർത്തിച്ചു. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ക്രൈസ്തവ മാർഗ്ഗത്തിൻ്റെ അടിത്തടം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്താൽ നാം വിശദീകരിക്കപ്പെടുകയും പരിപൂർണരാക്കപ്പെടുകയും ചെയ്തു. അതാണ് എബ്രായ ലേഖനം 10 പറയുന്നത്. മറ്റേത് അതിന് നാം തന്നെ ഓരോ കർമ്മങ്ങൾ ചെയ്ത് പറ്റുകയാണെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കുക. അതല്ല ക്രൈസ്തവ മാർഗം, അത് ലോക മതങ്ങളുടെ സംവിധാനമാണ്. ക്രിസ്തുവിൻ്റെ മാർഗം നിങ്ങളല്ല, നിങ്ങളുടെ രക്ഷയ്ക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ഞാനതാ രക്ഷാകര കർമ്മം എന്നേക്കുമായി ഒരിക്കലായി പൂർത്തീകരിച്ചു. ഞാൻ അതിനുവേണ്ടി എൻ്റെ ക്രൂശ് വഹിച്ചു. ഇനി നിങ്ങൾ ക്രൂശ് വഹിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പാപക്ഷമ കിട്ടുന്നില്ല. എന്നാൽ ഇവിടുത്തെ വിഷയം പാപക്ഷമയല്ല, പാപമോചനമല്ല. പാപമോചനം കിട്ടുന്നത് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്താലാണ്. 1 യോഹന്നാൻ 1:7. ഇവിടെ പാപക്ഷമയല്ല. പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് വഹിക്കണം. എന്തിനു വേണ്ടി? സ്വയത്തിൻ്റെ നിഷേധത്തിന് വേണ്ടി. പാപക്ഷമ കിട്ടിയാലും നമുക്കൊരു സ്വയമുണ്ട്. നാം ചെയ്തു പോയ സകല പാപങ്ങൾക്ക് മോചനം കിട്ടിയാലും അത് ഏറ്റവും ആവശ്യമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിനായിട്ട്. പാപക്ഷമ കിട്ടിയ ഒരു വ്യക്തിക്കും സ്വയം ഉള്ളതുകൊണ്ട് പാപത്തെ അവന് വീണ്ടും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു മാവ്
എല്ലാ മാങ്ങയും അതിൽ നിന്ന് പൊട്ടിച്ച് നീക്കിയാലും അടുത്ത വർഷം വരുമ്പോൾ അതിന് വീണ്ടും കായ്ക്കാനായിട്ട് സാധിക്കുന്നു. കാരണം മാവിന് അതിൻ്റെ സ്വഭാവത്തെ ത്യജിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ചെയ്ത ഒരുപാട് പാപങ്ങൾക്ക് പാപക്ഷമ കിട്ടേണ്ടത് ഏറ്റവും ആവശ്യമാണെങ്കിലും പാപം ചെയ്യാനുള്ള നമ്മുടെ സ്വയം ആ മാവ് ഇനി അതേപോലെ തന്നെ അവശേഷിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പാപമെന്ന മാങ്ങ കായ്ച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്വയമുണ്ട്, നേരത്തെ പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയത്, ജന്മനാ തന്നെ നമുക്ക് കിട്ടിയ നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ മരിപ്പിക്കുവാനുള്ള ഒരേ ഒരു അവയവം അവനവൻ്റെ ക്രൂശാണ്. അത് വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, ജോലി സ്ഥലത്തുണ്ട്, പല സ്ഥലത്തുമുണ്ട്. ഈ ക്രൂശ് വഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധിക്കും. അവന് മാത്രമേ സ്വയത്തിൻ്റെ മേൽ ജയം പ്രാപിക്കാൻ സാധിക്കൂ. ഇനി ഈ സ്വയത്തിൻ്റെ മേലുള്ള ജയം, ദേഹിയുടെ മേലുള്ള ജയം നമുക്ക് ലഭിക്കുന്നത് അതിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുകയുള്ളൂ. നാം വാസ്തവത്തിൽ ആഗ്രഹിക്കുകയാണ്, കർത്താവേ എനിക്ക് എൻ്റെ സ്വയത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടണം, എൻ്റെ ഈ മാനുഷികമായ ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. സ്വയത്താൽ ഞാൻ നിയന്ത്രിതനാകരുത്, സ്വയം എൻ്റെ ജീവിത കേന്ദ്രമാകരുത്, ദേഹി എന്നെ നിയന്ത്രിക്കരുത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. അതിനായിട്ട് എൻ്റെ സ്വയത്തെ അങ്ങ് മരിപ്പിക്കണമേ. ഞാൻ എന്ത് ക്രൂശും വഹിക്കാം, തയ്യാറാണ്. പാപക്ഷമയ്ക്ക് വേണ്ടിയല്ല, സ്വയത്തിൻ്റെ നിഷേധത്തിന് വേണ്ടി. അങ്ങനെ ഒരു വിശ്വാസി അവൻ്റെ സ്വയത്തെ നിഷേധിക്കുവാനുള്ള ആഗ്രഹം ദൈവത്തോട് പറയുമ്പോൾ അവൻ്റെ സ്വയത്തെ നിഷേധിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ ദൈവം ഒരുക്കി തരും. അവനെ ദൈവം ഒരു ചവിട്ടുമെത്തയാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ അവനെ നിന്ദിക്കുന്നു, മറ്റുള്ളവർ അവനെ അപമാനിക്കുന്നു, അവൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല, അവൻ ചെയ്ത നല്ല സേവനങ്ങൾ അംഗീകരിക്കുന്നില്ല, അവനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, അവനെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നു, അവനെ വഞ്ചിക്കുന്നു സാമ്പത്തികമായി, അവനെ പല രീതിയിലും അവൻ്റെ വ്യക്തിത്വത്തെ ആകെ താറടിക്കുമാറ് സംസാരിക്കുന്നു, ഒരു ചവിട്ടുമെത്തയാക്കുന്നു. ഇത് ദൈവം തന്നെയാണ് ചെയ്യുന്നത്. കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ സ്വയത്തെ നിഷേധിക്കുവാൻ നീ പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ നിൻ്റെ ജീവിതത്തിൽ അയച്ചത്. അത് കരയാനുള്ള സന്ദർഭങ്ങളല്ല. കാരണം ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിച്ചിട്ട് നമ്മുടെ സ്വയത്തെ നിഷേധിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വ്യക്തികളെയും ഇല്ലായ്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായി ഞെരുക്കും, ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ നമ്മൾ സ്വയത്തെ നിഷേധിക്കുവാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഈ ദേഹിയുടെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് വിരോധമായിട്ട് സംസാരിച്ചാൽ നമുക്ക് വല്ലാതെ മുറിവേൽക്കും, നമുക്ക് വല്ലാതെ അങ്ങ് നോവും. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും ശരിയായിട്ട് കിടന്ന് ഉറക്കം വരികയില്ല. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ അവൻ എത്രമാത്രം സഹായിച്ചതാണ്. എന്നാൽ ഈ രീതിയിൽ 10 പേരുടെ മുമ്പാകെ വെച്ച് എന്നെ അപമാനിച്ചു, വേണമെങ്കിൽ എന്നെ മാത്രം മാറ്റി രഹസ്യമായിട്ട് എന്നോട് സംസാരിക്കാമായിരുന്നു. ഇതെല്ലാവരുടെ മുമ്പാകെ വെച്ച് എന്നെ സംസാരിച്ചു. അപ്പോൾ ഹൃദയത്തിൽ വല്ലാതെ മുറിവ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മെ അപമാനിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന? മറ്റുള്ളവർ നമ്മെ വല്ലാതെ പരിഹസിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് വല്ലാത്ത വേദന? എവിടെ നിന്നാണ് ഈ ലജ്ജ വരുന്നത്? കാരണം നമുക്ക് ഇനിയും മരിക്കാത്തൊരു ദേഹി നമ്മിലുണ്ട്. ആ ദേഹി ശക്തമാണെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്. നീ എന്താ പ്രാർത്ഥിച്ചത്? നിൻ്റെ സ്വയം പോകണമെന്നല്ലേ നീ പ്രാർത്ഥിച്ചത്? ഇതാ ഞാൻ അതിന് വേണ്ട സാഹചര്യങ്ങൾ, നിന്നെ ഒരു ചവിട്ടുമെത്തയാക്കുവാൻ, മറ്റുള്ളവർക്ക് നിന്നെ ചവിട്ടുവാനായിട്ടുള്ള അവസരങ്ങൾ ഞാൻ തന്നു. സ്തോത്രം. എന്നാൽ നാം അങ്ങനെ ദൈവം ഒരുക്കി തരുന്ന നമ്മുടെ സ്വയത്തെ നിഷേധിക്കുവാനായി ദൈവം സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒരുക്കി തരുമ്പോൾ നമ്മൾ അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുമ്പോൾ, എൻ്റെ സ്നേഹവാനായ ദൈവം ഇത്തരത്തിലുള്ളൊരു ഭാര്യ, കയർക്കുന്നൊരു വ്യക്തി, എന്നെ സ്നേഹിക്കാൻ അറിയാത്ത ഒരു ജീവിത പങ്കാളി, വിശ്വാസി, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് കൂട്ടിച്ചേർത്തത് എൻ്റെ സ്വയത്തെ നിഷേധിക്കാനുള്ള സത്യം തിരിച്ചറിയുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം അത്തരത്തിലുള്ള വ്യക്തിയിലൂടെ മാത്രമേ നമ്മുടെ സ്വയം നിഷേധിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുവാൻ ദൈവം അനുവദിച്ചത്. അങ്ങനെ ദൈവം അനുവദിക്കുന്ന ആ വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹി മരിക്കുകയാണ്. നമ്മുടെ ദേഹി മരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വയത്തിന് നിഷേധം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ആരപമാനിച്ചാലും എന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം വേദനിക്കില്ല. പിന്നെ ആര് നമ്മൾ അപമാനിച്ചാലും, പരസ്യമായിട്ട് നമ്മൾ അവഹേളിച്ചാലും, ഞാൻ വല്ലാതെ പരസ്യമായിട്ട് അവഹേളിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ആത്മഹത്യ ചെയ്യില്ല. ഇന്ന് പലരും, ചിലർ രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമില്ല പറയുന്നത്, പരിശുദ്ധാത്മാവില്ലാത്ത പല വ്യക്തികളും പലരും അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സമൂഹ മധ്യേ എങ്ങനെ തല ഉയർത്തി നടക്കും
ജീവിക്കേണ്ട എന്ന് കരുതി അവർ ആത്മഹത്യ ചെയ്യണം. കാരണം അവർക്ക് ശക്തമായൊരു ദേഹിയുണ്ട്, സ്വയമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കർത്താവ് പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയത്തെ നിഷേധിച്ചുകൊണ്ട് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വയത്തെ ഞാൻ എത്രമാത്രം നിഷേധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. ചില ഇല്ലായ്മകൾ വരുമ്പോൾ, ചില തെറ്റിദ്ധാരണകൾ വരുമ്പോൾ പരസ്യമായി ഒരു കൂത്തുകാഴ്ചയായി പരിഹാസ്യ വിഷയമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ എത്രമാത്രം മനസ്സിൽ സംഘർഷം അനുഭവിക്കുന്നുണ്ടോ അത് നമ്മെ തന്നെ ചെക്ക് ചെയ്യാൻ നമ്മെ സഹായിക്കും. എന്നാൽ സ്വയത്തെ നിഷേധിച്ച വ്യക്തി, അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ അവർ സ്വയത്തെ നിഷേധിച്ചവരായിരുന്നു. പരസ്യമായിട്ട് അവർ അവഹേളിക്കപ്പെട്ടു, പീഡനമേറ്റു. അവർ പറയുന്നത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇത് സഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ, അവർ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോകത്തിലെ മറ്റു മനുഷ്യർ അവരുടെ സ്വയത്തിൻ്റെ ബന്ധനത്താൽ നിരാശരായിട്ടും ദുഃഖിതരായിട്ടും കഴിയുമ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി സ്വയത്താൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തി പരാതിക്കാരനായിരിക്കും, പുറൂർപ്പുകാരനായിരിക്കും, അസ്വസ്ഥത മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായിരിക്കും. അവൻ പറഞ്ഞത് ശരി, അവൻ്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിക്കണം, അവനെ എല്ലാവരും മാനിക്കണം, അവനെ വേദികളിൽ ഉയർന്ന സ്ഥാനം വേണം, അവനെ എല്ലാവരും ഗൗനിക്കണം. ഇതാണ് അവൻ്റെ ചിന്ത. ഭാര്യ അവൻ പറഞ്ഞത് കേട്ടേ പറ്റൂ. ഭാര്യ അവരെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഒരു അടിമ മാത്രമാണ്. മക്കളായാലും ഇവൻ്റെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള അടിമകൾ മാത്രമാണ് മക്കൾ, അതെവിടെയായാലും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി തനിക്കും അസ്വസ്ഥത, മറ്റുള്ളവർക്ക് അസ്വസ്ഥത നൽകുകയാണ്. ഇന്ന് അനേകരുടെ ജീവിതം അങ്ങനെയാണ്. അവരുടെ ദേഹിക്ക് ഒരു ഉടവും ഒരു ചതവും ഒന്നും പറ്റിയിട്ടില്ല. പല ദൈവമക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവരെ അവരെ സ്വയത്തെ തൊട്ടു നോക്കിയാൽ അറിയാം അവരുടെ യഥാർത്ഥ രൂപം. പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഭക്തിയും എല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ സ്വയത്തെ നിഷേധിക്കുന്ന അവസരങ്ങൾ ദൈവം ഒരുക്കുമ്പോഴാണ് യഥാർത്ഥ രൂപം വെളിപ്പെടുന്നത്. അങ്ങനെ നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കും. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എന്നിലേക്ക് കടന്നുകൂടിയിട്ടിരിക്കുന്ന ഈ സ്വയമുണ്ട്, അതെനിക്ക് വേണ്ട. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി. എൻ്റെ സ്വയത്തെ നിഷേധിക്കുവാൻ അങ്ങ് ഇനിയും സാഹചര്യങ്ങൾ, എന്നെ ചവിട്ടുമത്തയാക്കുവാൻ അങ്ങ് ഇനി ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവേ, അതാണ് എനിക്ക് ആവശ്യം. അല്ലാതെ ഒരു വിടുതലല്ല എനിക്ക് ആവശ്യം. അത് അങ്ങ് തരും അങ്ങയുടെ സമയത്ത്. എന്നാൽ ഈ സ്വയത്തെ നിഷേധിച്ച് ഈ ലോകത്തിൻ്റെ മറ്റു മക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് അസ്വസ്ഥമായി അവർ ജീവിക്കുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം, മറ്റുള്ളവരുടെ വാക്കുകളാൽ മുറിവേൽക്കപ്പെടാത്തൊരു ജീവിതം എനിക്ക് തരണം. അപമാനമേറ്റാലും സന്തോഷിക്കാൻ കഴിയുന്നൊരു ജീവിതം എനിക്ക് വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങളെ വിടക്ക് എന്ന് പറയുമ്പോൾ, എൻ്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വിദ്വേഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു തുള്ളുവിൻ. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ദേഹിയെ നിഷേധിച്ച ഒരുവന് മാത്രമേ, ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നമ്മൾ നിന്ദയേൽക്കുമ്പോൾ അവന് സന്തോഷിക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ഖേദമായിരിക്കും. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ദേ കേൾക്കണു നിന്ന, ദേ കേൾക്കണു അപമാനം, എന്തിനാ കർത്താവ് ഇതൊക്കെ? ഓക്കെ. മോശ ദിവ്യസുന്ദരനായിരുന്നു. മോശ വളർന്നത് ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത സൗകര്യം മോശയ്ക്കുണ്ടായി. നല്ല ഭക്ഷണം, നല്ല വിദ്യാഭ്യാസം, വാഗ്വൈഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതിവിടെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരൊക്കെ ഇനി തന്നെ നേതാവാക്കും. മോശയുടെ ചിന്ത അതായിരുന്നു. പക്ഷേ സഹോദരന്മാരാരും ഇസ്രായേൽ മക്കളാരും മോശയെ നേതാവാക്കി അംഗീകരിച്ചില്ല. മറിച്ച് എന്താ ചെയ്തത്? ഈ മിസ്രൈമിനെ കൊന്നപ്പോൾ ഇനി ഞങ്ങളെയും നീ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് മോശയെ ഓടിച്ചു കളഞ്ഞു. മോശയ്ക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റിയില്ല. അതായത് മോശയ്ക്ക് ശക്തമായൊരു സ്വയം ഉണ്ടായിരുന്നു, ദേഹി ഉണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, എനിക്ക് അവരെക്കാളും ആരോഗ്യമുണ്ട്, സുന്ദരനാണ്, എനിക്ക് അവരെക്കാളും വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് അവരുടെ നേതാവാകുവാൻ എനിക്കാണ് എന്തുകൊണ്ടും യോഗ്യത. പക്ഷേ മോശയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിലും ദൈവത്തിന് തോന്നിയില്ല, നീ ഇപ്പോൾ നേതാവാകുവാൻ യോഗ്യനാണ് എന്ന്. പ്രവർത്തനങ്ങൾ 7:20. ആ കാലത്ത് മോശ ജനിച്ചു. അവൻ ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തെറിഞ്ഞപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്തു തൻ്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് അവനെ സഹായിച്ചു. മിസ്രയീമിനെ അടിച്ചുകൊന്ന് പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം
അവർക്ക് രക്ഷ നൽകും എന്ന് തൻ്റെ സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ ചിന്തിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. മോശ മറ്റുള്ളവരെക്കാൾ കൂടുതലായി വിദ്യാഭ്യാസമുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, ആരോഗ്യമുള്ളവൻ. അതുകൊണ്ട് അടിമത്തത്തിൽ കിടക്കുന്ന തൻ്റെ സഹോദരന്മാരെ രക്ഷിക്കുവാൻ, അവരുടെ നേതാവാകുവാൻ ഞാൻ തന്നെയാണ് യോഗ്യനെന്ന് മോശ ചിന്തിച്ചു. താൻ മുഖാന്തരം തൻ്റെ സഹോദരന്മാർക്ക് രക്ഷ വരും അവൻ ചിന്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ അത് സംഭവിച്ചില്ല. ഈ മോശയുടെ സ്വയം തകരണമായിരുന്നു. അവൻ്റെ സ്വന്തം കഴിവിലുള്ള വിശ്വാസവും ആശ്രയബോധവും നഷ്ടപ്പെടണം. അതിനുവേണ്ടി ഇതാ മോശയ്ക്ക് ഈ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകേണ്ട ഒരവസ്ഥ. അവൻ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടിനെ മേയ്ക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ദീർഘവർഷം അമ്മായിയപ്പൻ്റെ ആടിനെ മേയ്ച്ചപ്പോൾ നേതാവാകുമെന്ന് കരുതിയ മനുഷ്യൻ ദീർഘവർഷം അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കേണ്ടി വന്നപ്പോൾ അവൻ്റെ സ്വയം തകർന്നു. കാരണം മറ്റൊരുവനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ ഏത് വമ്പൻ്റെയും അഹങ്കാരം കുറയാൻ സാധ്യതയുണ്ടല്ലോ. ഒടുവിൽ മോശയ്ക്ക് നേതാവാകേണ്ട ഒന്നും ആകേണ്ട അങ്ങനത്തെ ഒരു സ്ഥിതി എത്തി. ആ അവസ്ഥയിൽ ദൈവം മോശയോട് സംസാരിക്കുകയാണ് മുൾപ്പടർപ്പിൽ. നീ മിസ്രൈമിലേക്ക് പോകണം, എൻ്റെ ജനത്തിൻ്റെ നേതാവാകുവാൻ ഞാൻ നിന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ മോശ പറയുകയാണ്, എന്നെ അയക്കരുത്, എനിക്ക് ഇനി നേതാവാകണ്ട, വേറെ ആരെയെങ്കിലും അയക്കണമേ. ഇതാണ് സ്വയത്തെ നിഷേധിച്ചാൽ സംഭവിക്കുന്ന അവസ്ഥ. സ്വയത്തെ നിഷേധിക്കാത്ത വ്യക്തികൾക്കൊക്കെ എനിക്ക് നേതാവാകണം, എനിക്ക് ലീഡറാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. കുടുംബത്തിൻ്റെ നേതാവാകണം, സമൂഹത്തിൻ്റെ നേതാവാകണം, സഭാ സംഘടനയുടെ നേതാവാകണം. സ്വയത്തെ നിഷേധിക്കാത്തവർക്കൊക്കെ നേതാവ്. കാരണം അവർക്ക് ഒരുപാട് യോഗ്യതകളുണ്ട്. അവർ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ, ഭക്തിയിൽ, വചനജ്ഞാനത്തിൽ ഒരുപാട് യോഗ്യതകൾ. പിന്നെ എന്തുകൊണ്ട് നേതാവായിക്കൂടാ? എന്നാൽ സ്വയത്തെ തകർക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അയക്കുന്നുള്ളൂ. ഇപ്പോൾ മോശയുടെ എല്ലാ സ്വയത്തിലുള്ള ആശ്രയവും തകർന്നു. അവൻ പറയുന്നത് എനിക്ക് വേണ്ട പോലെ സംസാരിക്കാൻ പോലും കഴിയുകയില്ല. ഒരു കാലത്ത് അവൻ്റെ ചിന്ത ഞാൻ വാക്ക് വൈഭവമുള്ളവൻ എന്നാണ്. ഇപ്പോൾ ദൈവം പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് വേണ്ട പോലെ സംസാരിക്കാൻ അറിയുകയില്ല, ഞാൻ വിക്കനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇപ്പോഴാണ് ഇവനെ മിസ്രൈമിലേക്ക് അയക്കേണ്ട സന്ദർഭം. പ്രിയമുള്ളവരെ, നമ്മളെയും ദൈവം ചില ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മളെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? കാരണം നമ്മുടെ സ്വയത്തെ നാം വേണ്ട പോലെ നിഷേധിച്ചിട്ടില്ല. അത് നിഷേധിച്ചാൽ പിന്നെ നമുക്കൊന്നും ആകാൻ ആഗ്രഹം തോന്നില്ല. അപ്പോഴാണ് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ ഈ മോശയെ ദൈവം ഫറവോന് പ്രഭുവാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പക്ഷേ മോശയ്ക്ക് അപ്പോൾ തെല്ലും അഹങ്കാരമില്ല. ഈ ഇസ്രായേൽ മക്കളുടെ ലക്ഷക്കണക്കിന് പേരുടെ നേതാവായപ്പോൾ ഒരിക്കലും മോശയ്ക്ക് ലെവലേശം പോലും അഹങ്കാരമില്ല. കാരണം ഈ അഹങ്കാരമെല്ലാം വരുന്നത് സ്വയത്തിൽ നിന്നാണ്. ആ സ്വയത്തിൻ്റെ ഭരണമെല്ലാം ആടിനെ മേയിച്ച് നടന്നതോടുകൂടെ എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെയും ദൈവം മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാൻ വിടുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആടുകളെയല്ല. പക്ഷേ അത് നാം വിദഗ്ധമായി മേയിച്ചില്ല എങ്കിൽ, അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മെ ദൈവം ഉപയോഗിക്കുന്നില്ല. സ്വയത്തെ നിഷേധിച്ച മനുഷ്യനാണ് സ്നാപയോഹന്നാൻ. സ്ത്രീ പ്രസവിച്ചവരിൽ സ്നാപയോഹന്നാനെ പോലെ വലിയവൻ ആരുമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവനോ വളരണം, ഞാനോ കുറയണം. യോഹന്നാൻ 3:30. അവൻ വളരണം, ഞാനോ കുറയണം. അപ്പോൾ സ്വയത്തിൻ്റെ നിഷേധത്തിലൂടെ ദൈവിക പദ്ധതി വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി അവൻ കുറയുന്നത് ഒരിക്കലും ഒരു സങ്കടത്തോടെ അംഗീകരിക്കുകയില്ല, സ്വീകരിക്കുകയും. അവൻ്റെ സ്വയം നഷ്ടപ്പെടുവാൻ, മറ്റുള്ളവർ അവനെ ചവിട്ടുമെത്തയാക്കുവാനുള്ള അവസരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ സങ്കടമല്ല, കർത്താവേ എൻ്റെ സ്വയത്തെ നിഷേധിക്കുവാൻ, എനിക്ക് സ്വയം ചെറുതാകുവാൻ ഒരവസരം അങ്ങ് ഒരുക്കിയല്ലോ, അതോർത്ത് അവന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ്റെ ഒരേ ഒരു ആഗ്രഹം, ഞാൻ കുറയണം, അവനോ വളരണം. റോമാലേഖനം 14:8. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. ഇതാണ് സ്വയത്തിന് മരണം വന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ. അവർ ജീവിക്കുന്നത് അവർക്കായിട്ടല്ല. സ്വയത്താൽ നിയന്ത്രിതമായ വ്യക്തി ജീവിക്കുന്നത് അവനവന് വേണ്ടിയാണ്. അത് 2 കൊരിന്ത്യർ 5:14 പറയുന്നുണ്ട്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ ഇനി ജീവിച്ചിരിക്കുന്നവരാരും അവർക്ക് വേണ്ടി ജീവിക്കാതെ അവർക്ക് വേണ്ടി മരിച്ചുയർത്തവന് വേണ്ടി ജീവിക്കണം. ഇവിടെയും പറയുന്നു, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കണം. കർത്താവിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സ്വന്തമായ ലക്ഷ്യങ്ങളില്ലല്ലോ. കർത്താവിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്നെ അവൻ നിഷേധിച്ചു, എന്നെ അവൻ അംഗീകരിച്ചില്ല, എന്നെ കളിയാക്കി, എന്നെ പുച്ഛിച്ചു, എന്നെ തരം താഴ്ത്തി, ഇങ്ങനെയുള്ള യാതൊരു പരിഭവവും നമുക്കുണ്ടാകുകയില്ല.
കാരണം ഞാൻ ജീവിക്കുന്നത് തന്നെ കർത്താവിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി ജീവിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പരിപൂർണ്ണ സമാധാനം ഉണ്ടാവും. അവരുടെ ഉള്ളത്തെ കലക്കുവാൻ മറ്റുള്ളവരുടെ വാക്കുകളോ അപമാന ശരങ്ങളോ ഒന്നും ശക്തി ഉണ്ടായിരിക്കുകയില്ല. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ പറ്റില്ല. അനുദിനം സ്വയത്തെ നിഷേധിക്കാനുള്ള ഫലപ്രദമായ ആ ഉപകരണമായ ക്രൂശ് വിദഗ്ധമായി വഹിക്കുന്നതിലൂടെ മാത്രമേ ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ അതിൻ്റെ പാതയിലാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഈ പദ്ധതി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്വയത്തെ തകർക്കുവാൻ, ദേഹിയെ നിഷേധിക്കുവാൻ, അത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശമാണ്. അതിനു വേണ്ടിയാണ് ഈ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരുന്നത് എന്നുള്ള തിരിച്ചറിവില്ല എങ്കിൽ നാം വ്യക്തികൾക്കെതിരെ പോരാടും, ജഡം കൊണ്ട് അവരെ എതിരിടാൻ തുടരും. ദൈവത്തിൻ്റെ പദ്ധതി നാം ആകെ തകിടം മറിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവവേല രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആവേശത്താൽ ചെയ്യാം, മറ്റൊന്ന് ദേഹിക്ക് തോന്നുന്ന താല്പര്യത്താലും ചെയ്യാം. എൻ്റെ സ്വന്തം പേര് വലുതാകണം, അതിനു വേണ്ടിയും ട്രാക്റ്റ് കൊടുക്കാൻ പ്രസംഗിക്കാം, എനിക്കത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഒരു സഭ സ്ഥാപിക്കണം, അങ്ങനെ എല്ലാവരും എന്നെ അറിയുമല്ലോ, ആ രീതിയിൽ ചെയ്യാം. അത് ദേഹിയിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ അതേസമയം പരിശുദ്ധാത്മാവിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണ കിട്ടും. ദേഹിയിൽ നിന്നുള്ള ഒരു പ്രേരണ കൊണ്ടാണ് നമ്മൾ ട്രാക്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സഭാസ്ഥാപനത്തിന് ശ്രമിക്കുന്നതെങ്കിൽ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുമ്പോൾ നമ്മൾ താനേ പിന്മാറും, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ആ പ്രവർത്തനത്തിൻ്റെ ഉറവിടം ദേഹിയിൽ നിന്നാണ്, നമ്മുടെ സ്വയത്തിൽ നിന്നാണ് എങ്കിൽ. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഒരു പ്രത്യേക കാര്യം നാം ചെയ്യുന്നതെങ്കിൽ അത് കൊച്ചു ട്രാക്റ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സുവിശേഷ വേലയായിരിക്കാം. അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ എന്തുമാത്രം പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും നിന്ദയും അവഗണനയും ഒറ്റപ്പെടലും ഒക്കെ വന്നാലും നാം തളരുകയില്ല. എന്നാൽ ദേഹിയിൽ നിന്ന് വരുന്നതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അത് ആ ആവേശം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങും. വചനത്തിൻ്റെ കേൾവി ഇത് തന്നെയാണ്. നമ്മോടൊപ്പം വചനം കേൾക്കുവാൻ ഒരുപാടൊന്നുമില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവിൽ നിന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം എനിക്ക് പഠിക്കണം എന്നുള്ളൊരു വ്യക്തിക്ക് മാത്രം അതിൽ നിലനിന്ന് അത് തുടർച്ചയായിട്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതിവിടെ മാത്രമല്ല, എവിടെയായാലും ആത്മാവിൽ നിന്നുള്ള ആ പഠനങ്ങൾ അത് ഇപ്പോൾ ഒരാൾ പഠിപ്പിച്ചു തരണമെന്നില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് വചനത്തിന് മുന്നിലിരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കും. പക്ഷേ അതിനായിട്ടുള്ളൊരു ആവേശം, വൈകാരികമായ ആവേശമല്ലാതെ പരിശുദ്ധാത്മാവിനുള്ള ആവേശം നമുക്കുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ വിശന്നു, നമ്മെപ്പോലെ വിശന്നിട്ടുണ്ട്, കർത്താവിനെ ദാഹിച്ചിട്ടുണ്ട്. കിണറ്റരികിൽ ദാഹിച്ച് വിശന്നിരിക്കുമ്പോൾ ആരാണ് സുവിശേഷം പറയുക? ശമരിയക്കാരിയായ സ്ത്രീ വരുന്നത് കർത്താവ് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തൃപ്തനായിട്ടിരിക്കുമ്പോഴല്ല, വിശന്നിരിക്കുമ്പോഴാണ് വന്നത്. താൻ വിശന്നിരുന്നിട്ടും സമരിയക്കാരിയായ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞ് അവൾ രക്ഷയിലേക്ക് വരികയാണ്. മറ്റൊരിക്കൽ നിക്കോദേമോസ് രാത്രിയാണ് വരുന്നത്. ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്ത് ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും. നിക്കോദേമോസ് രാത്രി വന്നപ്പോൾ, നിക്കോദേമോസേ നീ വന്നത് സന്തോഷം, പക്ഷേ എനിക്കൊന്ന് വിശ്രമിക്കണം, നീ നേരം വെളുത്തു വാ, ഇതൊന്നും പറഞ്ഞില്ല. കാരണം താൻ ക്ഷീണത്തിലാണ് എങ്കിലും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആ നിയോഗമാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളൊരു കാര്യത്തിന് ഹേമിച്ചാൽ നമ്മുടെ ശരീരം ഒരുപക്ഷെ ബലഹീനമായാലും സാഹചര്യങ്ങൾ അതിന് വിരോധമായാലും സഹകാരികൾ ചുരുക്കമായാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ രാത്രിയായാലും തൻ്റെ വിശ്രമമെല്ലാം മാറ്റിവെച്ച് നിക്കോദേമോസിനോട് വചനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ നിക്കോദേമോസിനോട് കർത്താവ് വചനം പഠിപ്പിച്ചു കൊടുത്തത് ഇന്ന് നമുക്ക് എത്രമാത്രം പ്രയോജനകരമായി തീർന്നു. ആത്മാവിനാലും ജലത്തിനാലും മാത്രമേ, അങ്ങനെയുള്ളൊരു വീണ്ടും ജനനത്താൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ള ആ വിലപ്പെട്ട പാഠം രാത്രിയിൽ നിക്കോദേമോസിനോട് കർത്താവ് യേശു പഠിപ്പിച്ചു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം അനുഭവമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രവൃത്തി അതൊന്നും വൃഥാവായി തീരുകയില്ല, അത് ഫലം കാണുക തന്നെ ചെയ്യും. ഇനി നമുക്കും ദൈവത്തിൻ്റെ വേല രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് ദേഹിയിൽ നിന്ന്. ദേഹിയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. മർത്തയുടെയും മറിയത്തിൻ്റെയും കാര്യം അറിയാം. മർത്തയും കർത്താവിനെ ശുശ്രൂഷിച്ചു. എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? വീട്ടിലേക്ക് യേശുക്രിസ്തു വന്നപ്പോൾ നമ്മുടെ കർത്താവിന് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ ഉള്ള കാര്യത്തിലായിരുന്നു
ഈ മർത്തയുടെ ശ്രദ്ധ. ക്രിസ്തുവിന് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത് ഒരു ദൈവവേല തന്നെയാണ്, ഒരു ശുശ്രൂഷ തന്നെയാണ്. പക്ഷേ അവൾ അധികം വൈകാതെ തന്നെ ശുശ്രൂഷയാൽ കുഴങ്ങി. കാരണം അവളുടെ ദേഹിയിൽ നിന്ന് ആരംഭിച്ച ഒന്നാണ്. അവൾ കേവലം ആ ഒരു വൈകാരികമായ ആവേശത്താൽ തുടങ്ങി. അത് ചെയ്തപ്പോൾ അവൾക്ക് വല്ലാത്ത സമ്മർദ്ദം. കാരണം സഹോദരിയുണ്ട് മറിയ ആകട്ടെ ഒരു പണിയും ചെയ്യുന്നില്ല. ഇതാണ് ഈ വൈകാരികമായിട്ട് ദേഹിയിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത തോന്നും. ഞാൻ മാത്രം കഠിനമായിട്ട് അധ്വാനിക്കുന്നു, അവർക്കും വന്നിട്ടൊന്ന് സഹകരിച്ചാൽ എന്താ? ഇത് കണ്ടില്ല, ഒന്നും ചെയ്യാതെ ഈ മറിയ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്ക് വല്ലാത്ത അസ്വസ്ഥത. ഞാൻ എത്രമാത്രം പാടുപെടുന്നു. ചില വ്യക്തികൾ, ശക്തമായ ദേഹിയാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികൾ ഇതാണ്. ഇപ്പോൾ കുടുംബനാഥൻ കഷ്ടപ്പെടുന്നു, പകലന്തിയോളം കഷ്ടപ്പെടുന്നു, വീട്ടിൽ വന്ന് പണിയെടുക്കുന്നു, പക്ഷേ മറ്റുള്ളവരൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് വല്ലാത്ത ചൂടാകണം, ടെൻഷനാകണം. ഞാൻ വരുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? എത്രമാത്രം കഷ്ടപ്പെടുന്നു അറിഞ്ഞുകൂടെ? ഇവിടെ ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുകയാണല്ലേ. കാരണം മറ്റുള്ളവർ സ്വസ്ഥമായിരിക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. അവരും കൂടി എൻ്റെ ഈ ജോലിയിൽ വന്ന് എന്നെ സഹായിക്കണം, സഹായിച്ചില്ല എങ്കിലോ എൻ്റെ നിയന്ത്രണം പോകും. അങ്ങനെ മർത്തയോട് കർത്താവ് പറയുകയാണ്, മർത്ത നീ പല കാര്യങ്ങളാൽ ആകുല ചിത്തയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ സ്വയമായി ശുശ്രൂഷയ്ക്കായിട്ട് പലരും പലതും ചെയ്യുന്നു. അവർ പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവർക്കിപ്പോൾ സഹായിക്കും, മറ്റുള്ളവർക്കിപ്പോൾ കൈത്താങ്ങൽ തരും. എവിടെ കൈത്താങ്ങൽ? അപ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആ ബോധ്യം അനുസരിച്ചിട്ടാണ് നാം ദൈവവേല ചെയ്യുന്നതെങ്കിൽ, അത് ചെറുതോ വലുതോ, ആരും സഹായിച്ചില്ല എങ്കിലും സഹായിക്കാത്ത വ്യക്തികളോട് നമുക്ക് യാതൊരു അസൂയ തോന്നുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആത്മാവിൽ നിന്നുള്ള. അതുപോലെ തന്നെ അല്പസമയമുള്ളൂ, ഒരുപാട് ജോലി നമുക്ക് ചെയ്യണം. എന്നാൽ നാം പരിശുദ്ധാത്മാവിൽ അല്ല ആ കാര്യം ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സ്വയത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവമെങ്കിൽ നമ്മൾ തിക്കും തിരക്കുണ്ടാക്കും. നമ്മൾ ജോലി ചെയ്യും, പക്ഷേ കുടുംബത്തിലുള്ള ആർക്കും സ്വസ്ഥത കൊടുക്കില്ല. ഇന്ന് പലരുടെ അവസ്ഥ ഇതാണ്. കാരണം അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കോ അല്ലെങ്കിൽ ദേഹിയെ മരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മർത്തയെ പോലെയാണ് പലരും ചെയ്യുന്നത്. ഈ അവസ്ഥ നമുക്ക് ഒരിക്കലും വരരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചിട്ട് അല്ലാത്ത എല്ലാ ശുശ്രൂഷകളും ഒടുവിൽ അസ്വസ്ഥമായ ഒരവസ്ഥയിലാണ് കലാശിക്കുക. അത് നമുക്ക് വരരുത്. അതിനായിട്ടാണ് ഈ ദേഹിയെ നാം മരിപ്പിക്കേണ്ടത്. ക്രൂശ് അതിന് നമ്മെ സഹായിക്കുന്നു. പീഡനങ്ങൾ ഇഷ്ടമാകണം, കഷ്ടമേ
ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടണം, ദേഹിയാൽ നിയന്ത്രിക്കപ്പെടരുത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് പണം വേണം, നാം എന്തു ചെയ്യും? ഇന്ന് പലരും ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മശക്തി പ്രാപിച്ചെടുക്കുക, അതിനേക്കാൾ ഉപരിയായി പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുക, മാത്രമല്ല എങ്ങനെ ഫണ്ട് സ്വരൂപിക്കാം, അതിനായി ഏത് വഴികൾ തേടണം, അതിനുവേണ്ടി കുറേ സമയം നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ആ നിറവുള്ളൊരു വ്യക്തി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് നിറവേറ്റാൻ വേണ്ട എല്ലാ സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളും ദൈവം തന്നെ ഒരുക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദേഹിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവവേല ചെയ്യുകയാണ്. അവൻ സുവിശേഷം പറഞ്ഞ് ചിലർ രക്ഷിക്കപ്പെടുന്നു. കാരണം സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഈ വ്യക്തിയിലൂടെ പലരും കർത്താവിനെ കണ്ടെത്താൻ മുഖാന്തരമായാൽ പിന്നീട് അദ്ദേഹത്തിന് തോന്നുന്നത് ഇങ്ങനെയാണ്: എന്നെ കർത്താവ് ഉപയോഗിച്ചു, ഞാൻ മുഖാന്തരം 10 പേർ രക്ഷിക്കപ്പെട്ടു, ഞാൻ മുഖാന്തരം 100 പേർ രക്ഷിക്കപ്പെട്ടു. 50% മഹത്വം ദൈവത്തിനും 50% മഹത്വം എനിക്കും. എന്നാൽ യെശയ്യാ 42:8 പറയുന്നത്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. നമ്മുടെ ദേഹി തകരാതെ, സ്വയം തകരാതെ നമ്മൾ ദൈവവേല ചെയ്ത് അത് ഫലമണിഞ്ഞാൽ തന്നെ അതിൻ്റെ വിജയത്തിൻ്റെ ആ ക്രെഡിറ്റ് ഒരു വലിയ അളവ് നാം തന്നെ എടുക്കും. എന്നാൽ സ്വയത്തെ മരിപ്പിച്ച വ്യക്തിക്ക് മാത്രമേ 1% പോലും മഹത്വം എടുക്കാതെ ഞാൻ അപ്രയോജനദാസനാണ് എന്നുള്ള മനോഭാവം ലഭിക്കുകയുള്ളൂ. യെശയ്യാ 42:8. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. നമുക്ക് ചെയ്യാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം തന്നെയാണ് തരുന്നത്. നമുക്കതിന് വേണ്ട ബുദ്ധി, അതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം ഒരുക്കുന്നു. അതുകൊണ്ട് ഞാൻ മുഖാന്തരമാണ് ആ കാര്യം നടന്നത്, ഞാനില്ലെങ്കിൽ അതൊന്നും നടക്കുമായിരുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കരുത്. കാരണം നിന്നെ വിശേഷിപ്പിക്കുന്നത് ആരാണെന്നാണ് വചനം ചോദിക്കുന്നത്. ചിലരൊക്കെയും ചിലപ്പോൾ അറിയാതെയായിരിക്കാം, ഞാൻ മുഖാന്തരമാണ് അവിടെ ഒരു സഭയുണ്ടായത്, ഞാൻ സുവിശേഷം പറഞ്ഞിട്ടാണ് അവർ രക്ഷിക്കപ്പെട്ടത്. നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ മഹത്വം സ്വയമായി സ്വീകരിക്കുന്ന ഒരു ധ്വനിയാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ ദേഹി മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. 1 കൊരിന്ത്യർ 4:7. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ദൈവവേല മാത്രമല്ല, ഇപ്പോൾ വീട്ടിലെ കാര്യമായാലും ജോലിപരമായ കാര്യങ്ങളിലായാലും അനേകർ എങ്ങനെയാണ് അഹങ്കരിക്കുന്നത്? ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഞാൻ കാരണമാണ് കുടുംബം ഭംഗിയായിട്ട് നടക്കുന്നത്, ഞാൻ കാരണമാണ് ആ ഓഫീസ് ഭംഗിയായിട്ട് നടക്കുന്നത്. ശരിയായിരിക്കാം. പക്ഷേ അതിൻ്റെ മഹത്വം അവനവൻ തന്നെ എടുക്കുകയാണെങ്കിൽ ദൈവത്തിനല്ല മഹത്വം പോകുന്നത്. ദേഹി മരിക്കാത്ത വ്യക്തികളൊക്കെ അവർ തന്നെയാണ് അതിൻ്റെ മഹത്വം എടുക്കുക. ഇത് വരരുത്. ദേഹിക്ക് മരണം സംഭവിക്കണം. ഇനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ദേഹിക്കും സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. 3 രീതിയിലുള്ള സ്നേഹങ്ങളുണ്ട്. ഒന്ന്, ഇണയോടുള്ള സ്നേഹം. ഇത് നമുക്കറിയാവുന്ന ബാലപാഠങ്ങളായിരിക്കാം. ഈ ഇണയോടുള്ള സ്നേഹത്തിൻ്റെ ഉറവിടം ശരീരമാണ്. രണ്ടാമത്തെ സ്നേഹം ബന്ധുക്കളോട്, മിത്രങ്ങളോട്, സുഹൃത്തുക്കളോട് ഒക്കെ തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഉത്ഭവം ദേഹിയാണ്, ദേഹിയിൽ നിന്ന് വരുന്ന സ്നേഹം. മൂന്നാമത്തെ സ്നേഹമുണ്ട്, ദൈവസ്നേഹം. അതിൻ്റെ ഉറവിടം ദൈവമാണ്. ഒന്നുകൂടി പറയാം. ഒന്ന്, ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം, അത് ഇണയോടുള്ള സ്നേഹമാണ്. 2, സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും മാതാവിനോട് പിതാവിനോടൊക്കെ നമുക്ക് അടുപ്പുള്ളവരോട് തോന്നുന്ന ഒരു സ്നേഹം, അത് ദേഹിയിൽ നിന്ന് വരുന്നതാണ്. മൂന്നാമത്തെ സ്നേഹമാണ് അഗാപ്പെ. അത് ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. അതിൻ്റെ ഉറവിടം ദൈവമാണ്. ഈ 3 രീതിയിൽ നമുക്ക് സ്നേഹിക്കാനായി സാധിക്കും. ആദ്യത്തെ 2 സ്നേഹങ്ങളും അപകടം നിറഞ്ഞതാണ്. അത് വ്യവസ്ഥ വെച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവനിൽ നിന്ന് എന്ത് ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച സ്നേഹത്തിനും ദേഹിയിൽ നിന്ന് ഉത്ഭവിച്ച സ്നേഹത്തിനും നിലനിൽപ്പുള്ളൂ. മറ്റുള്ളവരിൽ നിന്ന്
നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കിട്ടാതായാൽ നമ്മിൽ നിന്ന് അങ്ങോട്ടുള്ള ഈ ശരീരത്തിൽ നിന്നും ദേഹിയിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ ഒഴുക്ക് തടയപ്പെടും. മാത്രമല്ല, ഈ ദേഹിയിൽ നിന്ന് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒടുവിൽ അത് നമ്മളെ കണ്ണീരിലും നിരാശയിലും ദുഃഖത്തിലും ആഴ്ത്താൻ തുടങ്ങും. കാരണം അത് വ്യവസ്ഥ വെച്ചിട്ടുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദേഹിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ സ്നേഹിക്കരുത്, മറിച്ച് ദൈവസ്നേഹത്താൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. എങ്ങനെ നമുക്ക് ദൈവസ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും? റോമാലേഖനം 5:5 പറയുന്നത്, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ്